ഹായ് ഡയറക്ടർ സർ, ഇന്ന് എന്റെ സീൻ എന്താന്ന് പറയൂ, തകർത്തേക്കാം. ദയവ് ചെയ്ത് നീ തകർത്ത് കളയുന്നൊന്നും പറയല്ലേ മോളെ, ഞാനിവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുക. ഡയറക്ടർ സർ, സീൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തില്ലേ? അതിന് നീ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. ശ്രുതി, സീൻസ് ആർ സിമ്പിൾ. ഇന്നലെ നീ ഹീറോയ്ക്ക് ഐ ലവ് യു പറഞ്ഞു, ഇന്ന് ഹീറോ നിന്നോട് ഐ ലവ് യു പറയും. അതല്ലേ ഡയറക്ടർ സർ? ഹോ, സീൻ ഇങ്ങനെ എപ്പോഴും മാറ്റിയാൽ എങ്ങനാ? ഡയറക്ടറോട് കൂടി ഒന്ന് പറയണ്ടായോ അത്? അല്ലെങ്കിൽ ഇവരുടെ മുമ്പ് ഞാൻ ബ്ലാങ്ക് ആയി പോവില്ലേ? അപ്പൊ ബാക്കി എന്താ? ഇന്നലത്തെ പോലെ ദൂരെ ഓടി വരണം, അത്രയല്ലേ ഉള്ളൂ. അമ്മ അമ്മ എന്തൊരു ഇൻവോൾവ്മെന്റ് അമ്മോ. ഹീറോ എത്തിയല്ലോ. നീ മന്ദമന്ദം അങ്ങോട്ട് ഓടുന്നു, മന്ദമന്ദം തിരിച്ചു വരുന്നു. താങ്ക് യു സർ. സർ, എന്ത് വിചിത്രമായിരിക്കുന്നു സർ. അവൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല. അവള് നന്നായി ചെയ്യുന്നുമുണ്ട്. രണ്ടിന്റെ പോക്ക് കണ്ടിട്ട് എന്താകും നമുക്കും അറിയില്ല. ആഹാ, സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ സൂപ്പർ സാർ. പറഞ്ഞോളൂ. നീ ഇന്നലെ വന്ന് എന്നോട് ഐ ലവ് യു പറഞ്ഞിട്ട് പോയില്ലേ? രാത്രിയിൽ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല, ഒട്ടും ഉറങ്ങിയില്ല. ഒരു തരം ഹൃദയമിടിപ്പ്. ഞാനൊന്ന് തീരുമാനിച്ചു. എന്ത്? ഐ ലവ് യു. എന്താണ് ഇങ്ങനെ? അതെടാ, ഞാൻ ഐ ലവ് യു പറഞ്ഞപ്പോ അവളെ കൊണ്ട് ചിരിച്ചോണ്ട് ഓടിപ്പോയടാ. അതവളുടെ നാണം കൊണ്ടാ. നാണോ? മതി. ഐ ലവ് യു എന്ന് പറഞ്ഞപ്പോ അവള് ചിരിച്ചോണ്ട് ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റുപോലെ. അപ്പൊ അവക്ക് എന്നെ ഇഷ്ടാണല്ലേ? എങ്ങനെയുണ്ട് സാറിന്റെ പെർഫോമൻസ്? അവിടെ പെർഫോമൻസ് കാണിക്കാൻ പറ്റിയ സമയം മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ്. എങ്കിലും നിങ്ങൾക്ക് ഒരു സെൻസ് ഒക്കെ വേണ്ട എന്റെ ഡയറക്ടർ സാർ. എനിക്കാ? ഇല്ലെങ്കിൽ പിന്നെ ഇവനൊക്കെ പിടിച്ച് എന്നെ ഹീറോ ആക്കോ? അതിന് മെഗാസ്റ്റാർ മമ്മൂട്ടി വേണം നിനക്ക്. ഹീറോ എന്ന് പറഞ്ഞ റാമിനെ പോലെ ഇരിക്കണം. ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നത് എല്ലാം അവനിലുണ്ട്. മാച്ചോ, സ്റ്റൈൽ, മാൻലി. ഐ തിങ്ക് ഐ ലവ് ഹിം. ഓഹോ, മ്യൂസിക് സ്റ്റാർട്ടഡ്. ഹലോ. എടാ, ചത്തു പോണ പോലെ തോന്നടാ. എന്തു പറ്റി? എന്താന്ന് മനസ്സിലാവുന്നില്ല. ഭ്രാന്ത് പിടിക്കുന്ന പോലെ. അവളെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ചത്തുകൂടാ. അതിന് ഇനിയും സമയമുണ്ട്. ഇപ്പൊ കിടന്നുറങ്ങിക്കാം. Come in. എന്താ? നമസ്കാരം സാർ. മിസ്സിംഗ് കേസാ. എനിക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയെ 10 ദിവസമായിട്ട് കാണാനില്ല. ഫോട്ടോ വല്ലതുണ്ടോ? ഉണ്ട് സാർ. എപ്പോ തൊട്ട് അവളെ കാണാതായെന്ന് പറഞ്ഞ? 10 ദിവസം മുമ്പ് സാർ. 10 ദിവസമായിട്ടുള്ളോ? അതെങ്ങനെ? നിക്ക്, ഞാനിപ്പോ വരാം. പറ. 10 മാസം മുമ്പ് നമ്മൾ ബസ്സിൽ വെച്ച് കൊന്നതല്ലേ ഭായ്? ദീപ്തി, സത്യ. അവരെ കുറിച്ച് എന്താ ഇപ്പോ? ആ ദീപ്തിയെ 10 ദിവസം മുമ്പ് കാണാനില്ലെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇവിടെ കംപ്ലൈന്റുമായി വന്നിട്ടുണ്ട് ഭായ്. 10 ദിവസം? അവൻ അവിടെ നിന്ന് പോവരുത്. അവനെ എനിക്ക് വേണം. നിക്കവിടെ.
എന്താ ഇവിടെ നടന്നത്? ഇവിടെ ഇത്രയും ആളുണ്ടായിട്ടും നിങ്ങൾ ആരും ഇത് ചെയ്തവനെ കണ്ടില്ലേ? ഏയ് 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 മൂവ് മൂവ് മൂവ്. അവിടെ എന്താ നടന്നെന്നറിയോ? അറിയാവുന്നോണ്ടല്ലേ സാർ ഞാൻ കൈപ്പൊക്കിയത്. നിക്കോടെ. ശരിക്കും ആരാ നീ? സത്യ. സത്യ? കൺഫ്യൂഷൻ ആയല്ലേ? എന്നൊന്നും ചെയ്യരുത്. പോലീസ്. തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിച്ചേ തീരൂ. അത് പോലീസ് ആയാലും. അതുകൊണ്ട് തെറ്റ് നീ ഇനി ഒരിക്കലും ചെയ്യരുത്. ഹാപ്പി ജേർണി. അവനെ കണ്ടാൽ നിനക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഈസി ആയിട്ട് പറ്റും സാർ. കാരിക്കേച്ചർ ആർട്ടിസ്റ്റിനെ വിളിപ്പിക്കും. അവന്റെ രൂപത്തെക്കുറിച്ച് അറിയാവുന്നൊക്കെ പറ. ആ ലെഫ്റ്റ് സൈഡിലെ പുരുക അല്പം കൂടി താഴേക്ക് വരണം. ആയിട്ടുണ്ട് സാർ. ഇവനാണോ? ഏകദേശം ഇതുപോലെ ഇരിക്കും. ഈ കേസിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിന്നെ വിളിപ്പിക്കും. ഷുവർ. ഏയ്, ഫീച്ചേഴ്സ് എല്ലാം ഇത്ര കറക്റ്റ് ആയിട്ട് എങ്ങനെയാ പറഞ്ഞത്? മറക്കാൻ പറ്റുന്ന മുഖമല്ല സാറേ അത്. ശരിക്കും അടുത്ത് നിന്നാ ഞാൻ അവനെ കണ്ടത്. എന്താ ACP ഈ വഴിയൊക്കെ? ഇത് നോക്ക്. എന്റെ കൂടെ നിന്ന് ഒരുപാട് പേര് ഫോട്ടോ എടുക്കാറുണ്ട് ACP. സെലിബ്രിറ്റികളൊക്കെ ഇങ്ങനെയാ. ആ, ബൈ ദ വേ, ഈ മർഡർ ചെയ്തവന്റെ സ്കെച്ച് കിട്ടിയിട്ടുണ്ട്. റോങ് ടൈമിലാ മോനെ നീ എന്നെ കാണാൻ വന്നത്. ഇവനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. എനിക്കറിയാം. ആ, നീ ഇങ്ങനെ പറയുള്ളൂ എന്ന് എനിക്കറിയാം. ഇതാത് വെച്ചോ, എന്നെക്കാളും കൂടുതൽ നിനക്ക് ആവശ്യം. ഇൻസ്പെക്ടറുടെ ഫോട്ടോയിൽ 2 എഴുതിയിട്ടുണ്ടെങ്കിൽ ദേവയുടേത് 1ാമത്തേതായിരുന്നു. ടേക്ക് കെയർ വീരു. ഇനി അവൻ ജീവിച്ചിരുന്നുകൂടാ. വേഗം ചെല്ലടാ. സത്യം എവിടെയാടാ? കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇറ്റ്സ് മീ. ഞാൻ നിന്നോട് ചോദിച്ചത് സത്യയെക്കുറിച്ചാടാ. ഞാനും നിന്നോട് സത്യയെക്കുറിച്ചാണ് പറഞ്ഞത് മണ്ട. ഇറ്റ്സ് മീ. വൈ ആർ യു മിസ് ഹാൻഡ്ലിംഗ് മീ? ഡേയ്, ആ വീട് ആരുടെയാ? ഇറ്റ്സ് മൈ ഓൺ ഹൗസ്. അതെന്റെ സ്വന്തം വീടാ.
10 months ആയി കാലിയായി കിടക്കുന്നുണ്ടപ്പോൾ ഞാൻ കയറി അങ്ങ് താമസിച്ചതാ, പ്രാമിസ്. ഇവനെവിടറാ? അതിനിവൻ ആരാ സാറേ? ആ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ടടാ? ഇവന്റെ ആളുകളെ എന്റെ കൂടെ ഉള്ളവൻ തട്ടിക്കളഞ്ഞെന്നറിഞ്ഞ ഇവരെന്നെ തട്ടിക്കളെ. വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കുള്ള അവിടെ. ഐ എം ജസ്റ്റ് സിംഗിൾ, സ്റ്റിൽ ബാച്ചിലർ, യു നോ. ഇവനല്ല എനിക്ക് വേണ്ടത്, ആ ACPക്ക് ഡീറ്റെയിൽസ് കൊടുത്തവനെ. അവനെ എനിക്ക് വേണ്ടത്. അണ്ണാ, അവൻ വരുന്നുണ്ട്. വരാൻ പറയും. ഇവനെന്താ ഇവിടെ? നീ തന്നെ കൊന്നിട്ട് നീ തന്നെ ഇൻഫർമേഷൻ കൊടുക്കാൻ വന്നിരിക്കുന്നു. അത് വിശ്വസിക്കാൻ കുറെ കിഴങ്ങന്മാര്. സൂപ്പറാടാ. എന്തിനാ വരാൻ പറഞ്ഞ്? നീ ഇവനെ തന്നെയല്ലേ കണ്ടെന്ന് പറഞ്ഞത്? അതെ. ഇവൻ ഞങ്ങളുടെ ആൾക്കാരെ ഓരോരുത്തരെയായി കൊന്നോണ്ടിരിക്കുക. അവനൊന്നും അല്ലടാ, ഇവനാ കൊന്നുകൊണ്ടിരിക്കുന്നത്. ആ CI കൊന്നപ്പോ ഇവൻ എന്താ പറഞ്ഞത്? സിമ്പിൾ സാർ, ഇവൻ ഇവിടെ എന്ത് പറഞ്ഞാലും അത് അവൻ പറഞ്ഞ മാതിരിയാ. ഡേയ്, മിണ്ടിപ്പോരാ. ക്ലൂ കൊടുത്തിട്ട് പോലും മനസ്സിലാകാത്ത പൊട്ടൻ. ഇവിടെ പൊട്ടനായിട്ട് ഞാൻ മാത്രമല്ല, ഇപ്പൊ ഇവനും ഉണ്ട്. എന്താടാ ഇവൻ പറഞ്ഞത്? നിന്റെ കണ്ണുകളിലെ ഭയം അവന് കാണണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ പോലെ സംഭവിക്കുകയാണിപ്പോ. എനിക്കത് കാണാനും പറ്റുന്നുണ്ട്. ഇവനെ എനിക്ക് വേണം. നീ ഇനി ഇവനെ എവിടെ വെച്ചെങ്കിലും കാണുകയാണെങ്കിൽ എന്നോട് പറഞ്ഞിരിക്കണം. അവനെ കാണണമെങ്കിലും അത് ഞാൻ നിങ്ങളോട് പറയണമെങ്കിലും ഞാൻ എപ്പോഴും അണ്ണൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. എന്തിന്? എന്തിനാണെന്ന് ചോദിച്ചാ നെക്സ്റ്റ് ടാർഗറ്റ് നിങ്ങളായിരിക്കും. എന്താ? അങ്ങനെ അവനാ പറഞ്ഞേ. ഒടുക്കത്തെ അഭിനയമാടാ എൻ്റെ അമ്മോ. വരട്ടെ സാർ. സാർ, ഞാൻ അവനെ കണ്ടിട്ടുണ്ട് സാർ. എവിടെ വെച്ച്? ഈ ഫോട്ടോയിൽ.